ഹലോ നമസ്കാരം, ഞാൻ ജിതിൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ PMFME എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് PMFME എന്ന് പറയുന്നത്. ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ പോപ്പുലറായിട്ട് വരുന്നേ ഉള്ളൂ. കാരണം അടുത്തിടെ ഒരു 2-3 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ട്. ഈ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സംരംഭകനും, അതേപോലെ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പദ്ധതി പ്രകാരം ഈ PMFME പദ്ധതി പ്രകാരം ലോൺ ലഭ്യമാണ്. 10 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കാവുന്ന ഒരു ലോൺ സ്കീമാണ് PMFME എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, അതായത് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് മുതൽക്ക്, അതായത് സൂക്ഷ്മ ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് മുതൽക്ക് ഒരു കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വരെ കൊണ്ടുപോകാവുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ലോൺ ലഭ്യമാണ്. ഈ പദ്ധതി പ്രകാരം നമുക്ക് വീടുകളിൽ ചെറുകിട സംരംഭകരുണ്ടായിരിക്കും, വീടുകളിൽ തന്നെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. വീട്ടുകളിൽ നിന്ന് തന്നെ ഇപ്പം KSIFT പ്രകാരം ലൈസൻസ് എടുത്തിട്ട് ചെയ്യാം. കാരണം പഞ്ചായത്തിന്റെ ലൈസൻസ് നമുക്ക് ആദ്യത്തെ 3 വർഷം ആവശ്യമില്ല. കേരള ഗവൺമെന്റിന്റെ KSIFT എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം നമുക്ക് 3 വർഷത്തെ ലൈസൻസ് ഇല്ലാതെ തന്നെ ഈ KSIFTന്റെ രജിസ്ട്രേഷൻ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ PMFME പദ്ധതി പ്രകാരം ലോൺ ലഭ്യമാണ്. അപ്പം ഇതിന് ഏതൊക്കെ സംരംഭങ്ങൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം ധനസഹായം അല്ലെങ്കിൽ സബ്സിഡി കിട്ടുക എന്ന് നോക്കാം. കാരണം സംരംഭകൻ ലോൺ എടുത്തെങ്കിൽ മാത്രമേ ഈ 35% 10 ലക്ഷം രൂപ വരെയുള്ള സബ്സിഡിക്ക് അർഹതയുള്ളൂ. അവരെ ഓൺ ഫണ്ട് കൊണ്ട് തന്നെ ഒരു ധനസഹായവും അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാതെ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സബ്സിഡി ലഭ്യമല്ല. ലോൺ പ്രകാരം, അതായത് ബാങ്ക് വഴി ലോൺ എടുത്തിട്ട് ചെയ്യുന്നവർക്കാണ് സബ്സിഡി 35% വരെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ സബ്സിഡി എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം ഇപ്പം നമ്മളെ ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ യൂണിറ്റുകൾ, അതേപോലെ ഇഡ്ഡലി ദോശ മാവ് ഉണ്ടാക്കുന്ന ആളുകൾ, അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ടാവും, റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ടാവും, അതേപോലെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്ട്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, പാക്കറ്റ് ആക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് വരെ ഈ PMFME പ്രകാരം ലോണുകൾ ലഭ്യമാണ്. അതേപോലെ വലിയ ചപ്പാത്തി യൂണിറ്റുകൾ, അതേപോലെ ബേക്കറി കൺവെൻഷണറി യൂണിറ്റുകൾ, അതേപോലെ നമ്മളെ നാട്ടിൽ കാണുന്ന വെളിച്ചെണ്ണ മില്ലുകൾ, പാക്കറ്റ് ആക്കിയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന വെളിച്ചെണ്ണ മില്ലുകൾ, അതേപോലെ നമ്മളെ നാട്ടിൽ തന്നെ കാണുന്ന അരി പൊടിക്കുന്ന മില്ലുകൾ, പാക്കറ്റാക്കി വിൽക്കുന്ന അരി പൊടിക്കുന്ന മില്ലുകൾ, അതേപോലെ ഡയറി ഫാമുകൾ. ഡയറി ഫാം മീൻസ് അതായത് ഡയറി മിൽക്ക് പ്രൊഡക്ട്സ് മാത്രം, ഇപ്പം നെയ്യ്, അതേപോലെ വെണ്ണ, ബട്ടർ, അതേപോലെ മിൽക്കിൻ്റെ പ്രൊഡക്ട്സ്, പേട, അതേപോലെ ക്യാൻഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്കറ്റായിട്ട് ചെയ്യുന്ന ഡയറി പ്രൊഡക്ട്സ് ചെയ്യുന്ന സംരംഭങ്ങൾക്കും ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ ലഭ്യമാണ്. ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ ലഭിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് സംരംഭകൻ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ സംരംഭകന് ഒരു 700ന്റെ മുകളിൽ സിബിൽ സ്കോർ വേണം. അതേപോലെ സംരംഭകന് മുൻപ് എന്തെങ്കിലും ഒരു മേഖലയിൽ ജോലി അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ മുൻപരിചയം വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. ഒരു സംരംഭകൻ ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ സ്വയം സഹായ സംഘങ്ങൾ മുഖേന അങ്ങനെ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ട് ചെയ്യുന്ന പദ്ധതി പ്രകാരമോ അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയോ, ഇവരൊക്കെ കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ ചെയ്യാം. അതേപോലെ പാർട്ണർഷിപ്പായിട്ടോ അങ്ങനെയൊക്കെ ഈ ഒരു സംരംഭ മേഖലയിലേക്ക്, ഈ PMFME എന്ന് പറയുന്ന സംരംഭ മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാവുന്നതാണ്. നമ്മൾ ഈ ഒരു പദ്ധതി പ്രകാരം ലോണിന് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതാത് ജില്ലകളിലെ ജില്ലാ വ്യവസായ വകുപ്പ് കേന്ദ്രങ്ങളുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അവരാണ് ഇതിനു വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത്. അവർ മുഖേന മാത്രമേ നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഇതിൻ്റെ ഡോക്യുമെന്റ്സ്, പ്രൊജക്ട് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ജില്ലാ വ്യവസായ വകുപ്പ് കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് എന്തെല്ലാം ലൈസൻസ് വേണം, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ മുദ്രാ ലോണിന് അപേക്ഷിക്കുന്ന പോലെ തന്നെ ഇതിന്
അതേ ഒരു സെയിം ഡോക്യുമെന്റ്സ് തന്നെയാണ് ഇതിന് വരുന്നത്. നമ്മൾ ചെയ്യുന്ന സംരംഭത്തിനനുസരിച്ച് ലൈസൻസിൽ മാറ്റം വരൂ എന്നുള്ളൂ. അതായത് സംരംഭകന് ആധാർ കാർഡ്, പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്, കൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻവോയ്സ്, ഒരു ബാങ്ക് അക്കൗണ്ട് വേണം സംരംഭകന്. അതേപോലെ സിബിൽ സ്കോർ ഒരു 700 മുകളിൽ വരണം. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബിസിനസ് ചെയ്യാനൊരു സ്ഥലം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കാനുള്ള ഒരു പ്ലേസ്. ഇത്രയും സ്ഥലം, ഇത്രയാണ് നമുക്ക് മിനിമം നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഒരു PMFME എന്ന് പറയുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുമായിട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. ഇതിന് വേണ്ട ഹെൽപ്പ്, അതായത് ഇതിന് വേണ്ട ടെക്നിക്കലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം ജില്ലാ വ്യവസായ വകുപ്പ് കേന്ദ്രമായിട്ടാണ് എല്ലാ ജില്ലകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ജില്ലാ വ്യവസായ വകുപ്പ് കേന്ദ്രങ്ങളിലും ഒരു ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ ഉണ്ടായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, അതായത് ഭക്ഷ്യ സംസ്കരണ മേഖലയുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ ലഭ്യമാണ്. ഈ പദ്ധതി പ്രകാരം ഏകദേശം നമ്മളെ കേരളത്തിൽ തന്നെ ഏകദേശം 2000-ലധികം യൂണിറ്റുകൾ നല്ല രീതിയിലധികം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതിനുള്ളൊരു കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.